നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടത്തും മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും അപകടം. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 23 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നതായി ജില്ലാ ഭരണകൂടം. മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ KSEB. വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിയാർജിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനമുണ്ടാകുമെന്ന്. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കൂട്ടസ്ഥലം മാറ്റം. നടപടി ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ DE ഓഫീസിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയിരുന്നു. നെടുങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും വീട്ടുപകരണങ്ങൾ മോഷണം പോയി. മോഷണം നടന്നത് നെടുങ്കണ്ടം അമ്പിളി അമ്മാൻ കാനം നെടുമറ്റത്തിൽ സാബുവിന്റെ വീട്ടിൽ. വിശദമായ വാർത്തകൾ. ഇടുക്കിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. രാജാക്കാട്ടിൽ ഏത്തവാഴ കൃഷി കാറ്റിൽ നശിച്ചു. പന്താങ്കൽ തുളസിയുടെ 500ഓളം വാഴകളാണ് ശക്തമായ കാറ്റിൽ ഒടിഞ്ഞു വീണത്. ബാങ്ക് വായ്പ എടുത്തു നടത്തിയ കൃഷിയാണ് പൂർണ്ണമായും നശിച്ചത്. കഴിഞ്ഞ 2 ദിവസമായി മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കി മലയോരത്ത് രേഖപ്പെടുത്തിയത്. കാറ്റിൽ മരങ്ങൾ കടപുഴകിയും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായതിനൊപ്പം ശക്തമായ കാറ്റിൽ 500ഓളം ഏത്തവാഴകൾ ഒടിഞ്ഞു. രാജാക്കാട് സ്വദേശി പന്താങ്ങൽ തുളസിയുടെ വാഴകൃഷിയാണ് നശിച്ചത്. ബാങ്ക് വായ്പ എടുത്ത് നടത്തിയ കൃഷി പൂർണ്ണമായി നശിച്ചതോടെ കടക്കണിയിലായതായി തുളസി പറയുന്നു. ഒരു 4 ലക്ഷം രൂപയ്ക്ക് മേലുള്ള നഷ്ടമാണ് നമുക്ക് സംഭവിച്ചേക്കുന്നത്. റിസർവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത്. അന്നാണ്ട് അടയ്ക്കേണ്ടതായിരുന്നു. ഈ അടുത്ത മാസം കൊലവെട്ടി ഓണത്തിനോടനുബന്ധിച്ച് ചെയ്ത ഒരു കൃഷിയായിരുന്നു ഇത്. ഒരു 45 ദിവസത്തോടെ കഴിഞ്ഞാൽ മൊത്തം വിളവെടുക്കാവുന്ന വാഴക്കൊലയായിരുന്നു. ഭീമമായ ഒരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത്. കൃഷിവകുപ്പ് അധികൃതർ നേരിട്ടെത്തി സന്ദർശനം നടത്തി. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ആനുകൂല്യം വേഗത്തിൽ ലഭിക്കുവാൻ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആകെ നഷ്ടമായ വാഴകൾക്ക് പരമാവധി ലഭിക്കുക 1 ലക്ഷത്തിലധികം രൂപ മാത്രമാണ്. 4 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഈ കർഷകനുണ്ടായിരിക്കുന്നത്. അടിമാലി കുരിശുപാറ ടൗണിൽ മണ്ണിടിച്ചിൽ. ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് പുറകുഭാഗത്തേക്ക് സമീപത്തുണ്ടായിരുന്ന വലിയ മൺതിട്ട ഇടിഞ്ഞു വീണു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വ്യാപാരശാലകൾക്ക് നാശം സംഭവിച്ചു. കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് പുറകുവശത്തേക്ക് സമീപത്തുണ്ടായിരുന്ന വലിയ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു. സംഭവത്തിൽ 4 വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശം സംഭവിച്ചു. ഈ കെട്ടിടത്തിൽ സ്ഥാപനം നടത്തി വന്നിരുന്ന കുരിശുപാറ സ്വദേശിനിയായ ലീലാമ്മയ്ക്ക് നിസാര പരിക്കേറ്റു. വലിയ ശബ്ദത്തോടെയായിരുന്നു മൺതിട്ട നിലം പതിച്ചത്. ശബ്ദം കേട്ട് ആളുകൾ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. കഴിഞ്ഞ ദിവസം ഈ മൺതിട്ടയുടെ കുറച്ചു ഭാഗം ഇടിഞ്ഞ് കെട്ടിടത്തിന് മുകളിലേക്ക് വീണിരുന്നു. അന്നും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കി സ്ഥാപനങ്ങൾ പ്രവർത്തനക്ഷമമാക്കി വരികയാണ്. വീണ്ടും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് കെട്ടിടത്തിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾക്കും കൂടുതൽ നാശം സംഭവിച്ചത്. വ്യാപാരശാലകളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾക്കും നാശം സംഭവിച്ചു. മാങ്കുളം താളുങ്കണ്ടംകുടിയിൽ കൈത്തോട്ടിൽ കാൽ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു. 21-കാരനായ സുനീഷ് സുരേഷാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. താളുംകണ്ടംകുടിയിലെ ഊരുമൂപ്പൻ സുരേഷ് മണിയുടെ മകനാണ് മരിച്ച സുനീഷ് സുരേഷ്. പുതുക്കുടിയിലായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ താളുംകണ്ടംകുടിയിലെ ബന്ധുവീട്ടിൽ നിന്നും സുനീഷ് പുതുക്കടയിലെ വീട്ടിലേക്ക് പോയി. വഴിമധ്യേയുള്ള കൈത്തോട് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഇവിടെ കാൽവഴുതി യുവാവ് അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. വീഴ്ചയിൽ തലയ്ക്ക് പരിക്കേറ്റതായി കരുതുന്നു. കനത്ത മഴയിൽ കൈത്തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്കുണ്ടായിരുന്നു. കാണാതെ വന്നതോടെ സുനീഷിനെ അന്വേഷിച്ചെത്തിയവരാണ് കൈത്തോട്ടിൽ നിന്നും യുവാവിനെ കണ്ടെത്തിയത്. മൃതദേഹം തുടർ നടപടികൾക്കായി അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പ്രകൃതിക്ഷോഭത്തിൽ കട്ടപ്പന KSEBയിലും 11 സെക്ഷൻ ഓഫീസുകളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ. ഇതെല്ലാം പരിഹരിക്കാനായി ജീവനക്കാർ അത്യന്തം പരിശ്രമിക്കുകയാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി M. കീരംചിറ പറഞ്ഞു. ജനങ്ങളുടെ എല്ലാ പരാതികളും പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. ഓഫീസുകളിലെ ഫോൺ എടുത്ത് മാറ്റിവെക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ്. എല്ലാവരുടെയും പരാതികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടോണി M. കീരംചിറ പറഞ്ഞു. ഈ ഞായറാഴ്ച തൊട്ട് തുടങ്ങിയ കലാമിറ്റി ഇന്ന് തീരും നാളെ തീരുമെന്ന് വിചാരിച്ചെങ്കിലും ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയത് ഓരോന്നായിട്ട് രൂപപ്പെട്ടു വരികയാണ്.
അതിൻ്റേതായ നിങ്ങൾക്കറിയാം ബുദ്ധിമുട്ട്. നാട് നീളെ പലയിടത്തും സപ്ലൈ ഇല്ലാതെ കിടക്കുക, ഈ തണുത്ത് വിറച്ച് കിടക്കുന്ന ഈ സമയത്ത് പോലും സപ്ലൈ ഇല്ലാതെ കിടക്കുക എന്ന വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭവങ്ങൾക്ക് ശേഷം നമുക്കറിയാം, ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ കണക്ക് പ്രകാരം 300 പോസ്റ്റുകൾ, അത് HT LT ഉൾപ്പെടെ 300 പോസ്റ്റിന് മുകളിൽ ഇപ്പം തന്നെ ഒഴിഞ്ഞിട്ടുണ്ട് ഈ 11 ഓഫീസുകളിലും കൂടി. അതുകൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം 3 ട്രാൻസ്ഫോമറുകൾ അധികം പോയിട്ടുണ്ട്. പലതിനും അല്ലാതെ മരം വീണു അല്ലാതെ ഡാമേജുകൾ ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെ കമ്പി പൊട്ടിക്കിടക്കുന്ന സംഭവങ്ങൾ 500 ലൊക്കേഷൻ ഇപ്പം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് പലയിടത്തും പറഞ്ഞ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് മറ്റു പല സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. അതായത് ഈ ആൾക്കാർ കൂടുതൽ എല്ലാ ദിവസവും സഞ്ചരിക്കാത്ത മേഖലകൾ പലതുണ്ട്. എസ്റ്റേറ്റ് മേഖലകൾക്കുള്ളിലൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളും. അവിടെയൊക്കെ പലത് കംപ്ലൈൻറ്റ് നോക്കാൻ ചെല്ലുമ്പോഴാണ് അവിടെയും ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നതും പൊട്ടിക്കിടക്കുന്നതും കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യ നിമിത്തം എനിക്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങൾ KSEB ആയിട്ട് പരമാവധി സഹകരിക്കുക. ഇത് ഞങ്ങളുടെ ആൾക്കാർ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഈ തണുപ്പത്ത് രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയൊക്കെയാണ് അവരോട് ജോലി ചെയ്തിട്ട് പോകുന്നത്. ഒരു ദിവസം പോലും ഒരു ഓഫ് പോലും കൊടുക്കാനുള്ള സാഹചര്യം അവർക്കില്ല. ഈ പനിയുടെയും ഡെങ്കിപ്പനിയും പലർക്കും ഇതിൻ്റെ ഇടയ്ക്കോ വന്നതാണ്. അതെല്ലാം മറന്നിട്ട് പല ആൾക്കാരും ഇതിപ്പം ഇതിൻ്റെ അത്യാവശ്യം മുൻനിർത്തി ഒന്ന് ജോലിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പലയിടത്തും സമയത്ത് കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ പറ്റിയില്ല എന്നെനിക്കറിയാം. എങ്കിലും പരമാവധി ശ്രമിക്കുന്നതാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചു കൊടുക്കുന്നു. KSEBയുമായി ബന്ധപ്പെടാൻ ടോൾ ഫ്രീ നമ്പറായ 1912 എന്ന നമ്പർ ഉപയോഗിക്കാമെന്നും അധികൃതർ അറിയിച്ചു. മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSEB. മെയ് മാസത്തിലും ജൂൺ ആദ്യവാരങ്ങളിലും ശക്തമായ മഴ പെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിയാർജിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനമുണ്ടാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ കാര്യമായി പെയ്യാതെ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ മഴ വീണ്ടും ശക്തിയാർജിക്കുകയും ചെയ്തു. അണക്കെട്ടുകളുടെയെല്ലാം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ. ഇത്തവണ വേനലിൽ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വലിയ കുറവ് സംഭവിച്ചിരുന്നു. ഇതോടെ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം കുറച്ചിരുന്നു. മെയ് മാസത്തിൽ തുടർച്ചയായി മഴ ലഭിച്ചത് എല്ലാ രീതിയിലും വൈദ്യുതി വകുപ്പിന് ഗുണമായി. ജൂൺ ആദ്യവാരങ്ങളിലും മഴ ശക്തമായി പെയ്തതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. കല്ലാർകുട്ടിയടക്കം 3 അണക്കെട്ടുകൾ തുറന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിച്ചു. എന്നാൽ ജൂലൈ മാസത്തിൽ തുടർച്ചയായി ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായില്ല. ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പലയിടത്തും ലഭിച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ വൈദ്യുതി വകുപ്പ് പ്രതീക്ഷയിലാണ്. നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. പുഴകളിലെല്ലാം വീണ്ടും ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ഇടുക്കി അണക്കെട്ടിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം ജലം ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനം കുറച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയും ജലം സംഭരിക്കാനായത്. ചെറുകിട അണക്കെട്ടുകളിൽ മെച്ചപ്പെട്ട രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലമാറ്റം. ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ DE ഓഫീസിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിൽ ഓഫീസിലെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഓഫീസിലെ സൂപ്രണ്ട്, മറ്റ് ജീവനക്കാർ എന്നിവരെ അടിയന്തരമായി മാറ്റി നിയമിക്കുവാനും ശുപാർശയുണ്ട്. ഈ സാഹചര്യത്തിലാണ് 11 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ ദിവസം ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയിരുന്നു. നെടുങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ മോഷണം പോയി. നെടുങ്കണ്ടം അമ്പിളിയമ്മാൻകാനം നെടുമറ്റത്തിൽ സാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അടുക്കളയിലുണ്ടായിരുന്ന പാത്രങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. സാബുവും കുടുംബവും നിലവിൽ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. വീടിന്റെ അടുക്കള വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അടുക്കളയിൽ ഉണ്ടായിരുന്ന ചെമ്പ് പാത്രങ്ങൾ, ഉരുളി തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത്. വീടിനുള്ളിൽ കയറിയ മോഷ്ടാക്കൾ അലമാരിയും മറ്റും തുറന്ന് പരിശോധിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. പിന്നെ ഓടിന്റെ ഒരു തേപ്പൂട്ടി ഉണ്ടായിരുന്നു, ചീൻചട്ടി, പിന്നെ മിക്സി, അങ്ങനെയുള്ള പൈസ സ്വർണ്ണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പൈസ
അലമാരിയെല്ലാം തുറന്നു വിട്ടിട്ടുണ്ട്. എല്ലാം തുറന്നില്ല, കാര്യം അലമാരിക്കകത്തൊന്നുമില്ലായിരുന്നു. വീടിന് സമീപത്ത് വച്ചിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്. സാബുവിന്റെ ജ്യേഷ്ഠന്റെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ മാതാവ് റോസമ്മ കുര്യാക്കോസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. അസുഖബാധിതയായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന UDF മണ്ഡലം കമ്മിറ്റി. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും അഴിമതിയുണ്ട്. ഇക്കാര്യം പ്രസിഡന്റുമായി ചർച്ച ചെയ്യുന്നതിനാണ് UDF അംഗങ്ങൾ പഞ്ചായത്തിലെത്തിയത്. ഇതിൽ പ്രകോപിതരായാണ് CPMന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകളെത്തി പ്രശ്നമുണ്ടാക്കിയതെന്നും UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. തോപ്രാംകുടി കേന്ദ്രീകരിച്ചുള്ള മാംസ വ്യാപാരശാല ലേലം ചെയ്യാതെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും പഞ്ചായത്തിലെ 18 വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുമുള്ള ക്രമക്കേടുകളും അന്വേഷിക്കുന്നതിന് പകരം ഈ വിഷയങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്ത UDF പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ കള്ളക്കേസ് നൽകുകയും ബലമായി പ്രസിഡന്റിനെ ക്യാബിനിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത CPMന്റെ നടപടികൾ അഴിമതികൾ മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. അതുപോലെ വ്യാപകമായ രീതിയിൽ നടന്ന അഴിമതികളെക്കുറിച്ച് പ്രസിഡന്റിനോട് ചോദിച്ച് പ്രസിഡന്റിന്റെ കാര്യക്ഷമമായ ഇടപെടലില്ലാതെ ഇതുപോലെ വൻ ഒരു അഴിമതി നടക്കുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അപ്പോൾ പ്രസിഡന്റ് കൂടി അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് കൂടി ഈ അഴിമതിക്ക് കൂട്ടുനിന്നുകൊണ്ടാണോ എന്നൊക്കെ അറിയുവാനായിട്ട് നമ്മുടെ UDFന്റെ മെമ്പർമാർ കയറി ചെല്ലുകയും വളരെ സൗമ്യമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഇവര് CPMന്റെ ജില്ലാ നേതാവ് ഉൾപ്പെടെ ഒരു സെറ്റ് ഗുണ്ടാ സംഘങ്ങളെല്ലാം വിളിച്ചു കൊണ്ടിരിക്കുകയും അവരെ പ്രസിഡന്റിനെ ബലമായി പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുകയും അവര് വളരെ മോശമായ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അവര് കേസ് കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉപദ്രവിക്കുകയും അവരെ ബലമായി കസേരയിൽ പിടിച്ചിരുത്തി അവർ ഏറ്റുപോകാൻ ശ്രമിച്ചപ്പോൾ അവരെ ബലമായി കസേരയിൽ പിടിച്ചിരുത്തുകയും അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ബോധക്ഷയമൊക്കെ ഉണ്ടായി എന്നാണ് അവര് ആരോപിച്ചത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, മറ്റ് നേതാക്കളായ ജോസ്മി ജോർജ്, ബിബിൻ എബ്രഹാം, പ്രദീപ് ജോർജ്, VA ഉലഹന്നാൻ, ബിജു വടക്കേക്കര, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, അനിൽ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം ഇടുക്കിയിൽ കാട്ടാനശല്യവും രൂക്ഷം. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വാഹനം തകർന്നു. സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനം ഗേറ്റ് തകർത്ത് കോമ്പൗണ്ടിൽ കയറിയാണ് ആന തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ചിന്നക്കനാൽ സ്വദേശി ഞാറോട്ടിപ്പറമ്പിൽ മണിയുടെ ഉടമസ്ഥതയിലുള്ള ടാക്സി കാർ ഗവൺമെന്റ് സ്കൂൾ പരിസരത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഗേറ്റ് തകർത്ത് സ്കൂൾ പരിസരത്ത് കിടന്ന ആന വാഹനം നശിപ്പിച്ചു. ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ ചിന്നക്കനാലിലെ ജനവാസ മേഖലയിൽ പതിവായി എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ സ്വദേശി ശ്യാമിന്റെ വീടിന്റെ വാതിൽ ആന തകർത്തിരുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഒറ്റയാന്മാരും കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൂപ്പാറ ടൗണിന് സമീപം തേയിലത്തോട്ടത്തിലും ദേശീയപാതയിലും മുറിവാലൻ എന്ന ഒറ്റയാൻ എത്തിയിരുന്നു. വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച റിലേ ഉപവാസ സമരം 17 ദിവസം പിന്നിട്ടു. KPCC സെക്രട്ടറി MN ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു. നേതാക്കൾ തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ നേരിൽ കണ്ട ആശുപത്രിയുടെ ശോച്യാവസ്ഥ അറിയിച്ചിരുന്നു. വിഷയത്തിൽ ഉടൻ പരിഹാരം കാണുമെന്ന ആരോഗ്യമന്ത്രിയുടെ ഉറപ്പുണ്ടായിരുന്നിട്ടും വണ്ടിപ്പെരിയാർ CHCയിൽ ഡോക്ടറുടെ 24 മണിക്കൂർ സേവനവും കിടത്തി ചികിത്സയും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ആശുപത്രിയിൽ ഡോക്ടറുടെ 24 മണിക്കൂർ സേവനവും കിടത്തി ചികിത്സയും ആരംഭിക്കുന്നതുവരെ സമരം തുടരാനാണ് നേതാക്കളുടെ തീരുമാനം. 17ാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എബിൻ കുഴിവേലി അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി MN ഗോപി സമരം ഉദ്ഘാടനം ചെയ്തു. പത്രവാർത്തയ്ക്ക് വേണ്ടി മാത്രം സമരപ്പന്തൽ സന്ദർശിച്ച പീരുമേട് MLA വാഴൂർ സോമൻ വിചാരിച്ചാൽ 24 മണിക്കൂറിനകം പരിഹരിക്കാവുന്ന പ്രതിസന്ധികളെ ആശുപത്രിയിൽ ഉള്ളെന്ന് MN ഗോപി പറഞ്ഞു. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾക്ക് ജനങ്ങളോടൊപ്പം എന്തും ഉണ്ടാകുമെന്ന് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇനിയും തുടർന്നുണ്ടാകും എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാവുകയാണ്. അതുകൊണ്ടാണ് പല ഘടകങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് അഭിവാദ്യം അർപ്പിക്കാൻ വരുന്നത്. വിവിധ സാമുദായിക സംഘടനകൾ,
ഇവിടുത്തെ കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മർച്ചന്റ് അസോസിയേഷൻ ആളുകൾ MLA ഒക്കെ ഇവിടെ വന്ന് അതൊരു വാർത്തയ്ക്ക് വേണ്ടി വരുന്നതാണ്. ആ യാഥാർത്ഥ്യമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ MLAക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണമെന്ന ആവശ്യം അദ്ദേഹം ഗൗരവമായി എടുത്താൽ 24 മണിക്കൂറിനകം പരിഹരിക്കും. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത്, ആർ ഗണേശൻ, INTUC പീരിമേഡ് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, നേതാക്കളായ M ഉദയസൂര്യൻ, K മാരിയപ്പൻ, MM ജലാലുദ്ദീൻ, രാജൻ കുഴുവമ്മാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചക്കുവള്ളം വലിയപാറ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ആരംഭിക്കുമെന്ന് പൗരസമിതി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ടവർ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് 10 അടി പോലും അകലെയല്ലാതെ 4 വീടുകളും അതിനോട് ചേർന്ന് 50 മീറ്ററിനുള്ളിൽ 75 വീടുകളും 30 മീറ്ററിനുള്ളിൽ ഒരു അങ്കണവാടിയും ഒരു ദൈവാലയവുമുണ്ട്. ഈ വീടുകളിലെല്ലാം തന്നെ ഗുരുതര രോഗമുള്ളവരും പ്രായമായവരുമാണ് താമസിക്കുന്നത്. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ആക്ഷേപം. തുടക്കം മുതൽ യാതൊരു മാനദണ്ഡങ്ങളും ടവർ നിർമ്മാണത്തിന് വേണ്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അവർ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. കാരണം ജനങ്ങൾ തിങ്ങി പാർക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ടവർ വരുമ്പോൾ ജനങ്ങൾക്ക് പലവിധ ആശങ്കകളുണ്ടാകും. ഈ ആശങ്കകളൊന്നും കണക്കിലെടുക്കാതെ അവർക്കുണ്ടാകുന്ന യാതൊരു ആശങ്കകളും കണക്കിലെടുക്കാതെ പരിഹരിക്കുന്നതിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തയ്യാറായിട്ടില്ല. നിലവിൽ ഒരു ടവർ നിർമ്മിക്കുന്നതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരോട് പോലും ഈ നിർമ്മാണ ടവർ നിർമ്മിക്കുന്നവരോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം കൊടുത്തവരോ ഇതുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഒരു ദിവസം പെട്ടെന്ന് ടവർ നിർമ്മാണമായിട്ട് സാമഗ്രികളുമായിട്ട് ആൾ വരുമ്പോഴാണ് ആ പ്രദേശത്തുള്ളവർ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ. തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഇവിടെയുള്ളവരിൽ ഭൂരിഭാഗവും. എന്നാൽ അവർക്കുണ്ടാകുന്ന ആശങ്കകൾ കണക്കിലെടുക്കുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ ടവർ നിർമ്മിക്കുന്നതിന് ഏറ്റവും അടുത്ത് താമസിക്കുന്ന കുടുംബങ്ങളോട് പോലും നിർമ്മാണത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സ്ഥലം കൊടുത്ത വ്യക്തിയോ കമ്പനി അധികൃതരോ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഇപ്പോഴും തെളിയിക്കപ്പെട്ടൊരു സത്യമാണ്. ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളും അത്തരത്തിലുള്ള തരംഗങ്ങൾ ഇപ്പോഴും ആളുകളുടെ ഹെൽത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇനി അതിൽ തന്നെ പല തർക്കങ്ങൾ നിലനിൽക്കെ എന്നിരുന്നാലും ആളുകളുടെ ഇടയിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ ആശങ്ക പരിഹരിക്കുന്നതിനും ആളുകളോട് അഭിപ്രായം തേടുന്നതിനുമുള്ള ഒരു അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം കമ്പനിക്കും ഇത് വിട്ടുകൊടുത്ത സ്ഥലത്തിൻ്റെ ഉടമയ്ക്കുണ്ട്. പക്ഷെ ഇതൊന്നും അവിടെ പാലിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇവർ വന്ന് ഇതിനെടുത്ത സ്ഥലത്ത് വന്ന് ഇതിൻ്റെ പണി ആരംഭിക്കുക. ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന വീട്ടുകാർ പോലും ഈ പണി തുടങ്ങാൻ വേണ്ടി അളക്കം വരുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ടവറിന് അനുമതി കൊടുത്തിട്ടുണ്ട്, ഇവർ തമ്മിലൊരു ധാരണ എത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികൾ, ദിവസക്കൂലിക്ക് പോകുന്ന ആളുകൾ, ഇവരെല്ലാം മനസ്സിൽ വലിയ ആശങ്കയും കാര്യങ്ങളൊക്കെ വരും. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ഇതിന്റെ ഭാഗമായി പല അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ടവർ നിർമ്മാണ കമ്പനി ഇതൊന്നും പരിഗണിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാനുള്ള ശ്രമത്തിലാണ്. വാർത്താസമ്മേളനത്തിൽ അനീഷ് കെ സ്റ്റാലിൻ, സ്റ്റെബിൻ ബാബു, കെ ഗോപാലകൃഷ്ണൻ, സോമൻ നായർ മാവറ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന പാറക്കടവ് റോഡിൽ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മന്ദിരത്തിന് സമീപം വാഹനാപകടം. കട്ടപ്പന ഭാഗത്തു നിന്ന് വന്ന കാറിനെ എതിർദിശയിൽ വന്ന ജീപ്പ് ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായ കാർ റോഡ് സൈഡിലെ കുഴിയിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നു. കട്ടപ്പനയിൽ നിന്നും പുളിയന്മല ഭാഗത്തേക്ക് യാത്ര ചെയ്തിരുന്ന കൊച്ചറ സ്വദേശിയുടെ കാറിൽ എതിർദിശയിൽ വന്ന ജീപ്പ് റോഡിൽ തെന്നി നീങ്ങി ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാർ നിയന്ത്രണം നഷ്ടമായി റോഡ് സൈഡിലെ കുഴിയിലേക്ക് തെന്നി നീങ്ങി. വാഹനം കുഴിയിലേക്ക് കൂടുതൽ ഇറങ്ങാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. പാതയിലെ വളവുകളിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ പലപ്പോഴും വാഹനയാത്രികരുടെ കാഴ്ച മറയാറുണ്ട്. കൂടാതെ പാതയോരങ്ങളിലെ വൈദ്യുത പോസ്റ്റുകൾ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതും കലിങ്കകൾക്ക് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും അപകടത്തിന് കാരണമാകാറുണ്ട്. അഗ്നിപരീക്ഷണങ്ങളെ ആത്മീയതയിലൂടെ അതിജീവിച്ച രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 20 ഏക്കർ സ്നേഹാശ്രമത്തിൽ ട്രസ്റ്റ് സംഘടിപ്പിച്ച സ്നേഹ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വന്തം നെറ്റിയിലേക്ക് കല്ലെറിഞ്ഞവർക്കെതിരെ കേസെടുക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ സഹിഷ്ണുതയുടെ മഹനീയ സന്ദേശം രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകിയ വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്.
ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെട്ടപ്പോഴും സംസ്ഥാനത്തൊട്ടാകെ അപവാദ പ്രചരണങ്ങൾ നടന്നപ്പോഴും ജയിക്കും എന്നും ദൈവം തന്നെ സംരക്ഷിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് കേരള ജനത കണ്ടത്. വേദനിക്കുന്ന പാവപ്പെട്ടവരോടും രോഗികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അദ്ദേഹം കാണിച്ച കരുണയും ആർദ്രതയും കേരള ജനതയുടെ മനസ്സിൽ എന്നും മായാതെ നിലനിൽക്കും. അദ്ദേഹത്തിന്റെ മഹനീയ സ്മരണ നിലനിർത്തുന്നതിനും ദർശനങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിനും എല്ലാ വർഷവും പാവങ്ങളോടൊത്ത് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഒരു വർഷം എന്ന് പറയുന്നു എങ്കിലും ഇന്നലത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അഗ്നിപരീക്ഷണങ്ങളെ ആത്മീയത കൊണ്ട് അതിജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ശത്രുക്കളെ ഒരിക്കലും അദ്ദേഹം വെറുത്തിട്ടില്ല. ശത്രുക്കളോട് പ്രതികാരം ചെയ്യണമെന്ന് ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഉള്ള എല്ലാ അപവാദ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം ഒന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ: സത്യം ജയിക്കും, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇതിനെ നേരിട്ട ഏക രാഷ്ട്രീയ നേതാവ് ഉമ്മൻചാണ്ടി സാറാണ്. ട്രസ്റ്റ് ഭാരവാഹികളായ ജോർജ് തോമസ്, രാജേഷ് നാരായണൻ, ശ്രീജിത്ത് ഉണ്ണിത്താൻ, എം എ ഷെമിൽ, എം എം ജോസഫ്, സിബി കൊല്ലംകുടി, അനി ചെപ്പരാജ്, പി എം ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, കൗൺസിലർമാരായ സി ബി പാറപ്പായി, ലീലാമ ബേബി, ഐ ബി മോൾരാജൻ, ജോയി ആണിത്തോട്ടം, സിജു ചക്കുമൂട്ടിൽ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി ലക്ഷംവീട് കോളനിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കല്ലുപുരിക്കൽ ഫസീലയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. കൂടാതെ കട്ടപ്പന ആനവിലാസം റോഡിലും വൻമരം കടപുഴകി വീണു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മരം വീടിന് മുകളിലേക്ക് പതിച്ചത്. അയൽവാസിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന ഈട്ടിമരമാണ് വീടിന് മുകളിലേക്ക് വീണത്. അവരുടെ വീടിന്റെ മുകളിലേക്കാണ് ഒരു ഈട്ടിമരമാണ്. അത് അവിടെ ശകലം മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് വേരെല്ലാം പിഴുത് പോയതുകൊണ്ട് അപ്പോൾ അത് ആ മരം പിഴുത് അവരുടെ വീടിന്റെ മണ്ടയിലേക്ക് വീണു. നമ്മൾ ഫയർഫോഴ്സിലും ഫോറസ്റ്റിലും ഒക്കെ ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മഴയും കാറ്റും ശക്തമായതോടെ രാവിലെ മുതൽക്കേ മരം ചാഞ്ഞു തുടങ്ങിയിരുന്നു. ഇതേ തുടർന്ന് വീട്ടിലുണ്ടായിരുന്നവരോട് അപകട സാധ്യത കണക്കിലെടുത്ത് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മരം വീടിന് മുകളിലേക്ക് പതിച്ചത്. മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സംഭവസ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും KSEB ഉദ്യോഗസ്ഥരുമെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കട്ടപ്പന ആനവിലാസം റോഡിലും വൻ മരം കടപുഴകി വീണു. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന മരമാണ് റോഡിലേക്ക് പതിച്ചത്. സംഭവ സമയം ഇതുവഴി യാത്ര ചെയ്തിരുന്ന ബൈക്ക് യാത്രികൻ മരം മറിഞ്ഞു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. തലനാരിഴയ്ക്കാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. റോഡിന് കുറുകെ മരം പതിച്ചതോടെ അടിമാലി കുമളി ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. 2 വൈദ്യുതി പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും കേബിൾ കമ്പനിയുടെ ഫൈബർ ലൈനുകളും തകർന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. പാതയുടെ ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങളിൽ നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. വിഷയത്തിൽ നിരവധി നിവേദനങ്ങൾ ജില്ലാ കളക്ടർക്കടക്കം നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. എല്ലാ മഴക്കാലത്തും ഇവിടെ മരം കടപുഴകിയും ഒടിഞ്ഞും വീഴുന്നത് പതിവാണ്. മഴ പെയ്യുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പ്രധാന പാതയിലെല്ലാം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡിന്റെ തകർച്ചയ്ക്കും വാഹന അപകടങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. ദേശീയപാതയോരങ്ങളിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും നഗരസഭയും ഹൈവേ അതോറിറ്റിയും ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. മഴ പെയ്യുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. അടിമാലി കുമളി ദേശീയപാതയിൽ വെള്ളയാങ്കുടി മുതൽ ഇടുക്കിക്കവല വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി വെള്ളക്കെട്ടുകളാണുള്ളത്. വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ ഓടകൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ദേശീയപാത അതോറിറ്റിയാണ് ഇവിടെ ഓടകൾ നിർമ്മിക്കേണ്ടത്. കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ മുൻപ് ഓടകൾ ഉണ്ടായിരുന്നെങ്കിലും കാലക്രമേണ ഇവ അടഞ്ഞു. ഇതോടെ വർഷങ്ങളായി റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടാകുന്നത്. മെയിൻ റോഡുകളിലുള്ള വെള്ളക്കെട്ടുകൾ നമുക്കറിയാം ദേശീയപാതയാണ്. ദേശീയപാതയിൽ പോലും ഓടകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മഴയാകുന്ന സമയത്ത് റോഡിലേക്ക് വെള്ളം കയറി ഒരു ഏരിയ മുഴുവൻ കവിഞ്ഞ് അപ്പോൾ ഈ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. തീർച്ചയായിട്ടും നഗരസഭ ഇതിപ്പോൾ ഇവിടെ വെള്ളം ഒഴുകുന്നില്ല എന്നുള്ള വിഷയം ദേശീയപാത അതോറിറ്റിയെ തീർച്ചയായിട്ടും നഗരസഭയുടെ അധികൃതരെ അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന റോഡ് തകരാനും അതുപോലെ തന്നെ ഇവിടെ അപകടങ്ങൾ നിരവധി ഇതൊരു ടേണിങ്ങിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി ഇരട്ടയാർ റൂട്ടിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരം വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ അടിയന്തരമായി നഗരസഭയുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം.
കട്ടപ്പന ഇരട്ടിയാർ റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഭയങ്കര അപൂർവം നടക്കും. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനും പറ്റത്തില്ല, കയറി പോകാനും പറ്റത്തില്ല. ഞാൻ ഓട്ടോയും കൊണ്ട് വരുന്നതുകൊണ്ട് ഓട്ടോയിൽ തന്നെ കയറിപ്പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാപനമുണ്ട് ഇവിടെ, ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് വരാനാണെങ്കിൽ അവർ ഉണ്ടെങ്കിൽ വരത്തില്ല. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ കയറി വരാൻ? ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് അവർ തിരിച്ചു പോയി. കാരണം വെച്ചാൽ കയറി വരാനുള്ള പറ്റത്തില്ലാത്തതുകൊണ്ട് അവരെ ഇറത്തുമില്ല, ഇറങ്ങത്തുമില്ല. അവർ കാറും കൊണ്ട് വന്നാലും കാറും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഇങ്ങനെ വെള്ളം കിടക്കി. ഇപ്പം മഴ കുറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഇറങ്ങിയത്. സംസ്ഥാന പാതയിൽ ഉൾപ്പെട്ട റോഡിൽ ഓടകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് കാരണം. വിദേശ മദ്യവിൽപ്പനശാലയിലേക്കടക്കമുള്ള റോഡ് ആയതിനാൽ സദാസമയവും വലിയ തിരക്കുള്ള പാതയാണിത്. വെള്ളക്കെട്ടിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുമായി ഇടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കൂടാതെ കാൽനട യാത്രക്കാർക്കും ഇത് ഭീഷണി സൃഷ്ടിക്കുന്നു. കട്ടപ്പനയിലെ പ്രധാന പാതകളിലെല്ലാം വർഷങ്ങളായി ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും സംസ്ഥാന ഹൈവേ അതോറിറ്റിയോടും പാതയുടെ അപകടാവസ്ഥ ധരിപ്പിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കട്ടപ്പന കൊച്ചുതോവാള റോഡിൽ മരത്തിന്റെ മുകൾ ഭാഗം ഒടിഞ്ഞ് റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശക്തമായ കാറ്റിൽ കൊച്ചുതോവാളയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന മരത്തിന്റെ മുകൾ ഭാഗം ഒടിഞ്ഞ് റോഡിലേക്ക് വീണത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും അതുപോലെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ KSEBക്കാർ വന്ന് ലൈൻ അയച്ചു മാറ്റി തന്ന്, ഇല്ലെങ്കിൽ ലൈനിൽ നിന്നുള്ള കറണ്ട് കണക്ഷൻ മാറ്റി തന്നതിന് ശേഷം മാത്രം ബാക്കി മരങ്ങളെല്ലാം വെട്ടിമാറ്റാൻ സാധിക്കുള്ളൂ. ഇതുപോലെ പല സ്ഥലങ്ങളിലും അപകട ഭീഷണിയിലുള്ള മരങ്ങളുണ്ട്. അത് വെട്ടേണ്ട നമ്മൾ റീകമ്മിറ്റി കൂടുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ്. പക്ഷേ ഓരോ സാഹചര്യങ്ങളിലൂടെ അത് വെട്ടാൻ സാധിക്കാതെ മാറിപ്പോയതാണ്. പ്രദേശവാസികൾ കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒരു മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കൗൺസിലർ സിബി പാറപ്പായി, വിനോദ് നെല്ലിക്കൽ, രാജീവ് ഞുണ്ടന്മാക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങളുടെ ശിഖരങ്ങളും വെട്ടിമാറ്റി. കട്ടപ്പന പേഴുങ്കവലയിൽ 11 kV ലൈനിൽ മരച്ചില്ല മുട്ടി നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. പലതവണ അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. മഴക്കാലമായതോടെ നിരവധി ഇടങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി തടസ്സമുണ്ടാകുന്നത്. കട്ടപ്പന പേഴുങ്കവലയ്ക്ക് സമീപം 11 kV ലൈനിലേക്ക് മരച്ചുല ചേർന്ന് നിൽക്കുന്നത് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഞാൻ വളരെ യാദൃശ്യമായിട്ട് വില്യത്താൻ ഇറങ്ങി വന്ന ഒരു 15 ദിവസം മുൻപ് ഒന്ന് വില്യത്താൻ ഇറങ്ങി വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലൈനിലൂടെ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ആ സമയം ബോർഡിൽ വിളിച്ചറിയിക്കുകയും പരാതി അവർ സ്വീകരിക്കുകയും ചെയ്തതാണ്. അപ്പം വീണ്ടും ഞാനത് കഴിഞ്ഞൊരു 2 ആഴ്ചയ്ക്ക് ശേഷം ഇന്ന് വില്യത്താൻ ഇറങ്ങി വരുമ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഇത് അവരെ അറിയിച്ചിട്ട് അവർ ചെയ്യാത്തതാണ്. ഞാൻ എൻ്റെ പരാതി സ്വീകരിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ എവിടെയെങ്കിലും വാഴ ലൈനിൻ്റെ കീഴെ വെച്ചിട്ടുണ്ടെങ്കിൽ വളർന്നു വന്നാൽ മുട്ടും എന്നും പറഞ്ഞാൽ ടവർ ലൈൻ്റെയോ 11 kV ഇഴവിടെ പോകുന്ന വാഴ വിട്ടുവിടുന്ന KSE ബോർഡുകാർ ഇത് കാണിക്കുന്നൊരു ഭയങ്കര അനാസ്ഥയാണ്. മരച്ചില്ലകൾ വൈദ്യുതി ലൈനിൽ മുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴ പെയ്താൽ കൃഷിയിടങ്ങളിലേക്ക് വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യത ഏറെയാണ്. അവിചാരിതമായി തൊട്ടടുത്ത് വീട്, ഒരു വശത്ത് ഏലകൃഷി, പണിക്കാരെ വന്നതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിന് നടപടിയായിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇത് സമയോചിതമായി അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാത്ത ഒരു ഇതാണ് കാണുന്നത്. അതിനകത്ത് അങ്ങേറ്റം പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. നത്തുകല്ല് മുതൽ കട്ടപ്പന വരെ 11 kV ലൈൻ കടന്നുപോയിരുന്നത് നിരവധി മരങ്ങൾക്കിടയിലൂടെയായിരുന്നു. നിരന്തരമായ പരാതിയെ തുടർന്ന് മെയിൻ റോഡിലൂടെ പുതിയ ലൈൻ വലിച്ച് ചാർജ് ചെയ്തിരുന്നു. എങ്കിലും ഇപ്പോഴും പഴയ ലൈനിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സമീപത്ത് മരം വീണ് വൈദ്യുതി മുടങ്ങി. വിഷയത്തിൽ KSEBയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ICAR സ്ഥാപക ദിനാചരണവും ഫലവൃക്ഷ തൈകളുടെ വിതരണവും കാർഷിക സെമിനാറും നടന്നു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. നിരവധി കർഷകർ സ്ഥാപക ദിനാചരണ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഇടുക്കിയിലെ കർഷകർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ICAR സ്ഥാപക ദിനാചരണമാണ് സംഘടിപ്പിച്ചത്.
96ാമത് സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച കാർഷിക സാങ്കേതിക പ്രദർശനവും ഫലവൃക്ഷത്തൈ വിതരണവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാപക ദിനാചരണാഘോഷം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയിലും നിരവധി കർഷകരാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും സൗജന്യമായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. തുടർന്ന് കർഷകർക്കായി ഏലം കൃഷിയിലെ സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ശാസ്ത്രജ്ഞനായ സുധാകർ സൗന്ദരരാജൻ സെമിനാർ നയിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം മാനേജ്മെന്റ് പ്രതിനിധി റേച്ചൽ സ്കറിയ, കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ ആർ മാരിമുത്തു, മഞ്ജു ചിൻസി വർഗീസ്, എ അഷിബ, പ്രീതു കെ പോൾ, ബിജു നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ കമ്പനികളുടെ വളം കീടനാശിനികളുടെ പ്രദർശനവും നടന്നു. ടീ കമ്പനി എല്ലക്കല്ല് റോഡ് മഴ പെയ്തതോടെ യാത്രാ ദുരിതം സമ്മാനിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. മഴ പെയ്തതോടെ പലയിടത്തും ചെളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിയായത്. മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിനും വെല്ലുവിളിയാണ്. ഏതാനും നാളുകൾക്ക് മുമ്പായിരുന്നു ടീ കമ്പനി എല്ലക്കല്ല് റോഡിന്റെ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചത്. മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളായിരുന്നു തുടങ്ങിയത്. എന്നാൽ മഴക്കാലം എത്തിയതോടെ റോഡ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. മഴ പെയ്തതോടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഇട്ടൂർ കോളനി ഭാഗത്തടക്കം പലയിടത്തും ചെളിക്കുണ്ട് രൂപം കൊണ്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. കാൽനട യാത്ര പോലും ഇതോടെ ദുഷ്കരമായി. 8,50,00,000 രൂപയ്ക്ക് ടെൻഡർ പിടിച്ച ഒരു 5 കിലോമീറ്റർ 5.2 കിലോമീറ്റർ ഉള്ള റോഡ് പണിത് മണ്ണ് പണി നിർത്തി ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ പോലും റോഡിൽ കൂടെ കടന്നു പോകാനും പറ്റാത്തൊരവസ്ഥ. എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് അധികാരികളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വണ്ടി കടന്നു പോകുകയില്ല, ഒരു രോഗിയെ കൊണ്ട് പോകാൻ പറ്റില്ല. ഇന്നലെ തന്നെ ഒരു രോഗി പെട്ടെന്ന് അപകടം ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയാൽ സമയത്ത് വണ്ടി കിട്ടാൻ സാധിക്കാത്തതുകൊണ്ട് ആൾ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ള അവസ്ഥ. പ്രതിഷേധം രൂപം കൊണ്ടതോടെ റോഡിന്റെ നിർമ്മാണ കരാറെടുത്തവർ ചെളി രൂപം കൊണ്ട യാത്ര അത്യന്തം ദുഷ്കരമായ ഭാഗത്തെ ചെളി നീക്കുകയും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. മഴക്കാലം ആരംഭിച്ചത് റോഡിന്റെ തുടർ നിർമ്മാണത്തിന് വെല്ലുവിളിയായി. മഴ കുറയുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യം പ്രദേശവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി കാമരാജിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ കാമരാജ് നാടാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് UP സ്കൂളിൽ കാമരാജ് ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കാമരാജ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ സ്കൂളിനായി സൗണ്ട് സിസ്റ്റവും നൽകി. ഫൗണ്ടേഷൻ ചെയർമാൻ S. അൻപുരാജ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാവങ്ങളുടെ പെരും തലൈവർ എന്ന് തമിഴ്നാട് ജനത വിശേഷിപ്പിച്ചിരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കാമരാജ് താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു കുട്ടികൾക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. സ്കൂളുകളിൽ പഠനത്തിനായെത്തുന്ന കുട്ടികൾ ഉച്ചഭക്ഷണമില്ലാതെ മറ്റു ജോലികൾക്കൊക്കെ പോകുന്ന സ്ഥിതി മനസ്സിലാക്കിയതോടെയായിരുന്നു ഇദ്ദേഹം പദ്ധതിക്ക് രൂപം നൽകിയത്. ഇത്തരം പ്രവൃത്തികളിലൂടെ തമിഴ്നാട് ജനതയുടെ പ്രിയങ്കരനായിരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കാമരാജിന്റെ ജന്മദിനത്തിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന കാമരാജ് ഫൗണ്ടേഷൻ അംഗങ്ങൾ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് മുത്തുകുമാർ അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം കാമരാജ് നാടാർ ഫൗണ്ടേഷൻ ചെയർമാൻ അൻപുരാജ് നിർവഹിച്ചു. ஆனால் அயல்கூட்டமாக இருப்பதால் அவருக்கு நியாயமான முறையில் வருமானங்கள் இருக்கிறது. அதை நாங்கள் ஆகாச பறவைகளுக்கு வரங்களோடு கொடுக்கிறோம் என்று கூறினார். அவர்களிடம் நான் வருத்தப்பட வேண்டாம், நமக்கு ஒரு புதிய அமைப்பை உருவாக்குவோம் என்று சொன்னேன். அதனுடைய விளைவுதான் காமராஜ் நாடார் ஃபவுண்டேஷன். ஒரு அமைப்பை உருவாக்கும் போது அதனுடைய நோக்கம் வேணும். நோக்கம் இருந்தால்தான் அது முன்னேற்ற பாதையில் கொண்டு செல்ல முடியும். இப்போ நாங்கள் யோசித்து பார்க்கும்போது வண்டிப்பெரியார் டவுனில் உள்ள ஒரு 40 பேரை தேர்ந்தெடுத்து ஒரு சிட்டி ஒன்று ஆரம்பித்தோம். ஃபண்டு வேணுங்களா? சிட்டி ஒன்று ஆரம்பித்து எங்களுக்கு மொத்தத்தில் 40 பேரும் சேர்ந்து சிட்டியில் 7,20,000 രൂപ கிடைத்தது. തുടർന്ന് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഫൗണ്ടേഷൻ അംഗങ്ങൾ സ്കൂളിനായി സൗണ്ട് സിസ്റ്റവും നൽകി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. കാമരാജ് നാടാർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ M. ആന്റണി, P. ജോൺസൺ, C. ജയപാലൻ, ജീജ KL തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950.
മണ്ണിടിച്ചിൽ ഭീതി ഒഴിയാതെ മൂന്നാർ ലക്ഷം നഗർ. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിൽ വീണ് വീട്ടമ്മ മരിച്ചിരുന്നു. കനത്ത മഴ തുടരുമ്പോൾ മൂന്നാർ ലക്ഷം നഗറിൽ മണ്ണിടിച്ചിൽ ഭീതി ഒഴിയുന്നില്ല. മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശവാസികളായ പനീർ, രവി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചത്. വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണതെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. சாயங்காலம் ஒரு 6 மணி இருக்கும். வீட்டில் கிச்சன் வீட்டில் சோறு சூடாக்கிட்டேன் பையனுக்கு. அந்த நேரத்தில் தான் இந்த மாதிரி மடமடன்னு ஒரே சவுண்டு. அப்போ தான் பார்க்குறேன், அங்கே எங்கள் அண்ணி வீடு தான் இடிச்சிச்சுன்னு பார்த்தா பின்னால் பார்த்தா எங்கள் வீடு தான் மொத்தத்துக்கு இறங்கி கீழே வந்துடுச்சு. பிள்ளையெல்லாம் பச்சைப்படையெல்லாம் தூக்கிட்டு அப்படியே கீழே சொந்தக்காரங்க வீட்டுக்கு தான் போயிடுச்சு. സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുകൾ സംഭവിച്ചില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിൽ വീണ വീട്ടമ്മ മരിച്ചിരുന്നു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിച്ചു വരികയാണ്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടമേഖലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2100, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 975, കൊക്കോ 130, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6875 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടത്തും മരം കടപുഴകി വീണും മണ്ണിടിഞ്ഞും അപകടം. ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം 23 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നതായി ജില്ലാ ഭരണകൂടം. മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ KSEB. വൈദ്യുതി വകുപ്പിന്റെ കണക്കുകൂട്ടൽ, വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തിയാർജിച്ച് അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ വർധനമുണ്ടാകുമെന്ന്. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കൂട്ടസ്ഥല മാറ്റം. നടപടി ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളെ സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ DE ഓഫീസിൽ നടത്തിയ അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയിരുന്നു. നെടുങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും വീട്ടുപകരണങ്ങൾ മോഷണം പോയി. മോഷണം നടന്നത് നെടുങ്കണ്ടം അമ്പിളി അമ്മാൻ കാനം നെടുമറ്റത്തിൽ സാബുവിന്റെ വീട്ടിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.